അപ്പോഴേ നമുക്കൊക്കെ ഈ മടി പിടിച്ചിരിക്കുമ്പോൾ വെക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സവാളയും തക്കാളിയും നീളത്തിന് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചതച്ച മിക്സ് ആയിട്ടുള്ള ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കറക്റ്റ് അളവിന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ട് ഒരു അടപ്പ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മല്ലിയിലയും കൂടി മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് ഒരു 7 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. ദേ നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഫ് കറി റെഡി ആയി കഴിഞ്ഞു. പക്ഷേ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയ്ക്കും അപ്പത്തിനും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ബീഫ് കറി. അപ്പോൾ പുട്ടില്ലാണ്ട് എന്ത് ബീഫ് കറി അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പുട്ടും കൂടെ തട്ടിക്കൂട്ടി. അപ്പം പുട്ടും നല്ല ചൂട് ബീഫ് കറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ച്. അപ്പോൾ എത്രയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.